ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു RirisKitchen. ഇന്ന് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമുക്ക് എപ്പോഴും യൂസ് വരുന്നതാണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക്. ഡെസേർട്ട്സ് ഉണ്ടാക്കുമ്പോഴും പായസം ഉണ്ടാക്കുമ്പോഴും പുഡിംഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. നമുക്കിനി അത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. വെറും 2 ഇൻഗ്രീഡിയൻസ് മതി. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഈ കണ്ടൻസ്ഡ് മിൽക്ക്. അതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു പാൻ വയ്ക്കാം സ്റ്റൗവിലേക്ക്. ഒരു 2 കപ്പ് അളവിൽ പാല് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊരു ഫുൾ ക്രീം മിൽക്കാണിത്. 2 കപ്പ് അളവിൽ നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. കവർ പാലാണ്. പാലൊഴിച്ചു കൊടുത്ത് നമുക്ക് പാല് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് പാല് മാത്രമല്ലേ ചേർക്കുന്നത്, വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചൂടാകുമ്പോൾ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇത് നമ്മൾ സ്റ്റീൽ പാത്രം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും നമുക്ക് ഇത് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ഒരു മീഡിയം ഫ്ലെയിമിൽ, മീഡിയമിനും ലോയിനും ഇടയിലുള്ള ഒരു രീതിയിൽ വെച്ചാൽ മതി. കാരണം ഇത് തിളച്ച് പോവണ്ട, നമുക്കിതിങ്ങനെ വറ്റിച്ച് എടുക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടിയും വരും. അപ്പോൾ നമുക്ക് ഇതൊരു മീഡിയമിന് താഴെ ഉള്ളൊരു ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം നോക്കണം, കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കിൽ നല്ല മധുരം ഉണ്ടാവുമല്ലോ. ഒരു 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട് ഇത്. അപ്പോൾ നമ്മൾ മധുരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾക്കിപ്പം പുഡിംഗ് ആയാലും ഇപ്പോൾ സ്വീറ്റ്സ് എന്ത് തയ്യാറാക്കണമെങ്കിലും നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് പാലൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാകുമല്ലോ. അപ്പോൾ പാലും പഞ്ചസാരയും ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ എപ്പോഴും കണ്ടിന്യൂസ്ലി നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മളിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് കൊഴുപ്പ് കൂടിയ കട്ടിപ്പാൽ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് വറ്റിച്ചെടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുകയും ചെയ്യും. വേഗം കുറുകി കിട്ടും നമുക്ക്. ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പാല് കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാലിവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തത് ഞാൻ പറഞ്ഞല്ലോ ഫുൾ ക്രീം മിൽക്കാണ്. അപ്പോൾ നല്ല യെല്ലോയിഷ് കളറിൽ ഇത് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ സൈഡിലൊക്കെ നല്ലോണം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം വടിച്ചെടുക്കുകയാണ്. ഇത് മതിയാവും. ഇതിൻ്റെ പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഒരു സ്പൂണിലെടുത്തിട്ട് എങ്ങനെയൊന്ന് ഒരു വര വരച്ച് നോക്കിയാൽ മതി. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതിപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ച് നോക്കുമ്പോൾ
ജസ്റ്റ് മൂവ് ചെയ്യണില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കണേണ്. അപ്പോൾ നമ്മുടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കളറ് കിട്ടും. ഇപ്പം തന്നെ ഓൾറെഡി കളറുണ്ട്, എന്നാലും ഒരല്പം ഒരു പിഞ്ച് അളവിലാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പിഞ്ച് അളവിലാണ് ബേക്കിംഗ് സോഡ എടുത്തത്. നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബേക്കിംഗ് സോഡ ചേർത്തല്ല, വേറെ ടേസ്റ്റ് ഒന്നും മാറില്ല. കളറ് നമുക്കിപ്പോൾ തന്നെ യെല്ലോയിഷ് കളറുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇറ്റ്സ് പ്യുവർലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ടിന്നിൽ എടുത്ത് വെക്കാം. നല്ലോണം തിക്കായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും തോറും ഇത് സെറ്റായി തിക്കായിട്ട് വരും. ഇതാണ് ഇതിന് കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇത് ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഇതിനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഇത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഈ കണ്ടൻസ്ഡ് മിൽക്ക്. ഇനിയിപ്പോൾ ആരും തന്നെ കടയിൽ പോയി കണ്ടൻസ്ഡ് മിൽക്കൊന്നും മേടിക്കേണ്ട. പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാവരും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി സിമ്പിളായിട്ടും ഈസി ആയിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.